ഹായ് ഓൾ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് വാൽവുകളെ കുറിച്ചിട്ടാണ്. പമ്പിങ് അല്ലെങ്കിൽ പൈപ്പിങ്ങിന് ആവശ്യമായിട്ടുള്ള കുറച്ച് വാൽവുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു പാർട്ട് 2 വീഡിയോ ആണ്. വാൽവുകളെ കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വാൽവുകളും അതിൻ്റെ ഒരു വർക്കിംഗ് ഒക്കെയാണ് ഞാൻ ആ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യാണ്ട് പോയിട്ടുള്ള ഒരു കുറച്ച് വാൽവുകൾ, ഒരു 3-4 വാൽവുകളെ കുറിച്ച് ചെറിയൊരു എക്സ്പ്ലനേഷൻ രീതിക്ക് ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ആ ഒരു 4 വാൽവുകൾ ആവശ്യപ്പെട്ട, അല്ലെങ്കിൽ നമുക്കിനി നോക്കാനുള്ള ഒരു 3-4 വാൽവുകളാണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തെ എന്ന് പറയുന്നത് ഗ്ലോബ് വാൽവാണ്. ഗ്ലോബ് വാൽവ് ഇപ്പൊ ഈ ഫിഗറിൽ കാണുന്നതാണ് നമ്മുടെ ഗ്ലോബ് വാൽവ്. ഇതിന്റെ മുകളിൽ ഒരു ഹാൻഡിൽ ഉണ്ട്, ഒരു സ്റ്റെം ഉണ്ട്, പിന്നെ ഒരു ബോഡി വിത്ത് ബോണറ്റും ഉള്ളൊക്കെ ഒരു ബോഡി ഉണ്ട്. ഗ്ലോബ് വാൽവ് എന്ന് പറയുന്നത് ഒരു ലീനിയർ മോഷൻ വാൽവാണ്. ഒരു ലീനിയർ മോഷൻ വാൽവാണ്. പക്ഷെ നമ്മൾ വാൽവ് വർക്ക് ചെയ്യുന്നത് ലീനിയർ ആയിട്ടായിരിക്കും, മുകളിലേക്ക് ആ ഒരു ലീനിയർ ആയിട്ടായിരിക്കും നമ്മൾ വാൽവ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് ഫ്ലോ സ്റ്റാർട്ട് ചെയ്യാനോ സ്റ്റോപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനോ, അതേപോലെ പോകുന്ന വെള്ളത്തിന്റെ ഫ്ലോ റെഗുലേറ്റ് ചെയ്യാനോ സ്റ്റാർട്ട് ചെയ്യാനോ സ്റ്റോപ്പ് ചെയ്യാനോ ആണ് നമ്മൾ ഗ്ലോബ് വാൽവ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇതിനൊരു ഡിസൈൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ഫിഗർ വെച്ച് ഡിസൈൻ പറയാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഹാൻഡില്. അത് കഴിഞ്ഞൊരു സ്റ്റെം ഉണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റെം എന്ന് വിചാരിക്കുക. ഇതിനുള്ളിലേക്കാണ് ഈ സ്റ്റെം ഉള്ളത്. ഈ സ്റ്റെമ്മിന്റെ ഫ്രീ എൻഡില് അല്ലെങ്കിൽ ഈ ഒരു എൻഡിൽ ഒരു ഡിസ്ക് ഉണ്ട്. ഈ ഒരു ഡിസ്ക് ഉണ്ട്. ഓക്കെ, ഈ ഒരു ഡിസ്ക് ഉണ്ട്. ഇവിടെ ഒരു സീറ്റ് ഉണ്ട്. ഒരു സീറ്റ് ഉണ്ട്. സീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ക് വന്ന് അറ്റാച്ച് ചെയ്തിരിക്കാനുള്ള ഒരു സെറ്റാണ് അല്ലെങ്കിൽ സീറ്റാണ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് വാൽവ് ഞാൻ ക്ലോസ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ വാൽവ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ ഒരു പ്ലഗ് എന്ന് പറയുന്നത് ഡിസ്ക് എന്ന് പറയാം. ആ ഒരു ഡിസ്ക് എന്ത് ചെയ്യും, ഈ ഒരു സീറ്റിൽ ഒന്ന് സ്യൂട്ടബിൾ ആയിട്ട് എന്ത് ചെയ്യും, അറ്റാച്ച് ചെയ്യും. അപ്പോൾ എന്താവും, വാൽവ് ക്ലോസ് ആയിട്ട് ഫ്ലോ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അത് തിരിച്ചു കറക്കുകയാണെന്നുണ്ടെങ്കിൽ വാൽവ് തിരിച്ചു കറക്കുമ്പോഴത്തേക്ക് ഇത് ഓപ്പൺ ആയിട്ട് ഫ്ലോ ഉണ്ടാവും. ഇത് ഫ്ലോ ഉണ്ടാവുന്നത് ഒരു ചെറിയൊരു കാര്യം പറഞ്ഞുതരാം. അപ്പം നമുക്ക് വെള്ളം ഇങ്ങനെ വരികയാണ്, വന്നിട്ട് ഇവിടെ ചെറിയൊരു താഴേക്ക് ഇറങ്ങി ഇങ്ങനെ വന്ന് ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഫ്ലോ പോകുന്നത്. ഇതിന്റെ ഒരു ഫ്ലോ ഒരു പാറ്റേൺ ഇങ്ങനെയാണ്. ചെറിയൊരു ചേഞ്ച് ഇൻ ഡയറക്ഷൻ അവിടെ സംഭവിക്കുന്നുണ്ട്. ആ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക, ചേഞ്ച് ഇൻ ഡയറക്ഷൻ എന്നുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ഗ്ലോബ് വാൽവിന് കുറച്ച് ഡിസൈനിൽ അല്ലെങ്കിൽ ബോഡി ഡിസൈനിൽ ഒരു 3 ടൈപ്പ് നമുക്ക് പറയാം, അല്ലെങ്കിൽ 3 ഡിഫറെന്റ് ബോഡി ഡിസൈൻ നമുക്ക് പറയാം. അതിൽ ആദ്യമുള്ളതാണ് ഇസഡ് ബോഡി എന്ന് പറയുന്നത്. ഇത് നോക്കിയേ, അതിന്റെ അകത്ത് നമുക്ക് ഇത് ഈ ഫ്ലോ പോകുന്നത് ഇങ്ങനെ വന്നിട്ട് ഒരു ഇസഡ് മോഡലിലല്ലേ നമ്മളൊരു ഫ്ലോ പോകുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഇസഡ് ബോഡി എന്ന് പറയുന്നത്. ഇനിയുള്ളത് വൈ ബോഡിയും ആംഗിൾ ബോഡിയുമാണ്, അല്ലെങ്കിൽ ആംഗിൾ ഷേപ്പ്. അത് രണ്ടും ഞാൻ ഫിഗർ കാണിച്ചു തരാം. അതിന്റെ അകത്ത് എന്താണ്, ആ ഒരു ഫ്ലോ പാറ്റേണിൽ വരുന്ന ഒരു ചേഞ്ച് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബോഡി ഡിസൈൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ വർക്കിംഗ് എന്താണെന്ന് മനസ്സിലായില്ലേ. ഈ ഒരു ഹാൻഡില് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ചാണ് നമുക്ക് ഈ ഒരു വാട്ടർ ഫ്ലോ റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോ ഈ കാണുന്ന ആദ്യത്തെ കാണുന്നതാണ് നമ്മുടെ ഇസഡ് ബോഡി. ഇത് വൈ ബോഡിയാണ്. ഇത് നമ്മുടെ ആംഗിൾ അല്ലെങ്കിൽ 90 ഡിഗ്രി ആണെങ്കിൽ പറയാം, ആംഗിൾ തന്നെ, ആംഗിൾ ബോഡിയാണിത്. അപ്പോൾ അതിന്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് നോക്കാം. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ത്രോട്ടിലിംഗ് ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കും. ഫ്രീക്വന്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഈ ഒരു വാൽവ്. പിന്നെ അത് മെയിൻ്റനൻസ് ഈസിയാണ്. പിന്നെ നമ്മുടെ ആ സീറ്റ് നമുക്ക് റീസർഫസ് ചെയ്യാൻ അല്ലെങ്കിൽ അത് റെഡിയാക്കി എടുക്കാനൊക്കെ ഭയങ്കര ഈസി ആയിട്ടുള്ള പരിപാടിയാണ്. പിന്നെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, ആ ഒരു ഫ്ലോ പാറ്റേൺ ഞാൻ കാണിച്ചിരുന്നില്ല, ആ ഒരു ചേഞ്ച് ഇൻ ഡയറക്ഷൻ. അവിടെ ഒരു ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഉണ്ടാവുമ്പോഴത്തേക്കും അവിടെ എന്തുണ്ടാവും, ഒരു പ്രഷർ ഡ്രോപ്പ് ഉണ്ടാവും. കാരണം ആ ഒരു നേരെ വന്നുകൊണ്ടിരുന്ന ഒരു ഫ്ലോ അല്ലെങ്കിൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ വാട്ടർ പെട്ടെന്നൊരു ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഉണ്ടാകുമ്പോൾ ഒരു പ്രഷർ ഡ്രോപ്പ് ഉണ്ടാവാനും അവിടെ ചെറിയൊരു വെലോസിറ്റിയെ തന്നെ അഫക്ട് ചെയ്യാനുള്ള ഒരു ചെറിയൊരു പ്രശ്നം അവിടെ കാണുന്നുണ്ട്. ആ ഒരു
ചേഞ്ച് ഇൻ ഡയറക്ഷൻ വരുന്നത് കൊണ്ട്. ഓക്കെ, അത് മാത്രമല്ല പിന്നെ ബാക്കിയുള്ള ഇതിന് ആൾട്ടർനേറ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്ന വാൽവിലേക്കും ഗ്ലോബ് വാൽവ് കുറച്ച് കോസ്റ്റ്ലിയർ ആണെന്നും കൂടെ പറയേണ്ടതുണ്ട്. ഇതാണ് ഇതിന്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ബട്ടർഫ്ലൈ വാൽവാണ്. ബട്ടർഫ്ലൈ വാൽവ്. അപ്പോ ഈ ഫിഗറിൽ കാണുന്നതാണ് നമ്മുടെ ബട്ടർഫ്ലൈ വാൽവ്. ഇതിന്റെ ഈ നീല കളറിൽ കാണുന്നതാണ് അതിന്റെ ബോഡി. ഈ മുകളിലൊരു ഹാൻഡിൽ ഉണ്ട്, അല്ലെങ്കിൽ അക്യുട്ടേറ്റർ ഉണ്ട്. ആ ഹാൻഡിൽ എന്നൊരു നേരത്തെ കാണുന്ന ഒരു സ്റ്റെം ഉണ്ടാവും, ഒരു സ്റ്റെം താഴേക്ക് ഉണ്ട്. ഈ ബ്ലാക്ക് കളറിൽ കാണുന്നതാണ് നമ്മുടെ ഡിസ്ക് അല്ലെങ്കിൽ ബട്ടർഫ്ലൈ എന്ന് പറയും. ആ ഡിസ്കിനെ നമ്മൾ ബട്ടർഫ്ലൈ എന്ന് പറയും. കാരണം നമ്മുടെ ബട്ടർഫ്ലൈയുടെ ബോഡി പോലെ നടുക്ക് ബോഡിയും രണ്ട് സൈഡിലേക്കല്ലേ ചിറകിരിക്കുക. അപ്പൊ ബോഡി ബൾജ് ചെയ്തിരിക്കുന്നു, രണ്ട് സൈഡിലേക്ക് ചിറകിരിക്കുന്ന രീതിക്കൊരു ബട്ടർഫ്ലൈയുടെ ഒരു വേണമെങ്കിൽ ഒരു റിസംബ്ലൻസ് വേണമെങ്കിൽ പറയാം. ആ ഒരു ഷേപ്പിലാണ് നമ്മൾ എന്തിരിക്കുക, ഈ ഒരു ഡിസ്ക് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ബട്ടർഫ്ലൈ വാൽവ് എന്ന് പറയുന്നത്. ഇതൊരു റൊട്ടേറ്ററി മോഷൻ വാൽവാണ്. കാരണം ഇതിന്റെ അകത്ത് ഈ ഒരു ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ചാണ് ഫ്ലോ എന്ത് ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുകയോ സ്റ്റാർട്ട് ചെയ്യുകയോ ചെയ്യുന്നത്. ഈ ഒരു ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ചുള്ള ആണ് എന്ത് ചെയ്യുക, ഫ്ലോ റെഗുലേഷൻ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഇത് റൊട്ടേറ്ററി മോഷൻ വാൽവ് എന്ന് പറയാനുള്ള കാരണം. ഇത് നമുക്ക് ക്വിക്ക് ഓപ്പണിംഗ് വാൽവ് എന്ന് വേണമെങ്കിൽ പറയാം. നേരത്തെ പറഞ്ഞ പോലെ ഒരു മെറ്റാലിക് ഡിസ്ക് ആണ് ഉള്ളത് ഇതിനകത്ത്. ഓക്കെ, ഈ ഒരു റോഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റെം തന്നെയാണ്. ഈ ഒരു ഹാൻഡിലും ഈ ഒരു ഡിസ്കിനെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു മെറ്റൽ പീസിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, റോഡ് എന്ന് എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോ ഇതിന്റെ മെക്കാനിസം നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോ നമ്മൾ ഈ ഹാൻഡില് റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഡിസ്ക് എന്ത് ചെയ്യും, ഓപ്പൺ ആവും. ഈ ഡിസ്ക് ഓപ്പൺ ആവുമ്പോഴത്തേക്ക് എന്താണ്, ഇങ്ങനെ ഡിസ്ക് ഇങ്ങനെയാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ എന്താണ്, ഈ ഒരു ഇവിടെ ഗ്യാപ്പ് വന്നു. സോ എന്ത് ചെയ്യാൻ പറ്റും, വാട്ടറിന് അകത്തേക്ക് കടന്നു വരാൻ പറ്റും, ഫ്ലോ നടക്കും. ഇത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണെങ്കിലോ ഫ്ലോ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുക. ഈ പൊസിഷനിലാണ്, ഇപ്പൊ ഈ കാണിച്ചിരിക്കുന്ന പോലെ പൊസിഷനിലാണെന്നുണ്ടെങ്കിൽ ഫ്ലോ സ്റ്റോപ്പ് ആവുകയും, ഈ ഒരു പൊസിഷനിലാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ ഫ്ലോ എന്ത് ചെയ്യും, നടക്കുകയും ചെയ്യും. അത് നമ്മളൊരു ചെറിയ ആംഗിളിലോ ഇൻക്ലിനേഷനോ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് എന്ത് ചെയ്യും, ഫ്ലോ റെഗുലേഷൻ ഉണ്ടാവും. ഫ്ലോന്റെ വോളിയം ഫ്ലോ എന്ത് ചെയ്യും, റെഗുലേറ്റഡ് ആവുകയും ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ഈ ബട്ടർഫ്ലൈ വാൽവിന്റെ ചെറിയൊരു വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊന്ന് വായിച്ചു നോക്കാം. വെൻ ദ വാൽവ് ഈസ് ക്ലോസ്ഡ് ദ ഡിസ്ക് ഈസ് ടേൺ സോ ദാറ്റ് കംപ്ലീറ്റ്ലി ബ്ലോക്സ് ഓഫ് ദ ഫ്ലോ. ഫ്ലോ കറക്റ്റ് ഇപ്പൊ ഇങ്ങനെയാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ ഫ്ലോ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും, സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, അൺറെസ്ട്രിക്റ്റഡ് ഫ്ലോ നമുക്ക് ഉണ്ടാവും. ഇതാണ് ബട്ടർഫ്ലൈ വാൽവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലാർജ് വാൽവ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. പിന്നെ കോമ്പാക്റ്റ് ആണ്, ലൈറ്റ് ഇൻ വെയിറ്റ്, ചെറിയൊരു സിമ്പിൾ ഇതല്ലേ, അപ്പൊ ലൈറ്റ് ഇൻ വെയിറ്റ് ആണ്, കോമ്പാക്റ്റ് ആണ്, മെയിൻ്റെനൻസ് കോസ്റ്റ് കുറവാണ്. പിന്നെ പ്രഷർ ഡ്രോപ്പ്, ആ ഒരു ബട്ടർഫ്ലൈ വാൽവിന് അല്ലെങ്കിൽ ആ ഒരു ഡിസ്കിന്റെ അവിടെ ഉണ്ടാകുന്ന ഒരു പ്രഷർ ഡ്രോപ്പ് എന്താണ്, വളരെ കുറവാണ്. കാരണം ചെറിയൊരു ഏരിയയിൽ മാത്രമേ ആ ഒരു പ്രശ്നം വരുന്നുള്ളൂ. അതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന പ്രഷർ ഡ്രോപ്പ് എന്താണ്, വളരെ കുറവാണ്. പിന്നെ കെമിക്കൽസും എന്താണ്, അല്ലെങ്കിൽ കൊറോസീവ് മീഡിയയിലൊക്കെ അത് യൂസ് ചെയ്യാറുണ്ട്. ഇനി ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ക്ലീൻ ചെയ്യാൻ കുറച്ച് പാടാണ്. പിന്നെ എന്താണ്, അൺഗൈഡഡ് ഡിസ്ക് ആണ്. അപ്പം ഈ ഒരു ഡിസ്ക് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ റൊട്ടേറ്റ് ചെയ്യാന്ന് പറഞ്ഞു, ആ ഡിസ്കിന്റെ റൊട്ടേഷൻ അനുസരിച്ചാണ് ഫ്ലോ റെഗുലേറ്റ് ചെയ്യുന്നത് പറഞ്ഞു. അപ്പൊ നമുക്കൊരു ഉദ്ദേശമില്ലാണ്ട് രീതിക്കാണ് നമ്മളത് ഡിസ്ക് റൊട്ടേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയില്ല അതെങ്ങനെ, അപ്പം എങ്ങനെയാണ് അതിരിക്കുന്നത് എന്നുള്ളത് ഡിസ്കിന്റെ ഒരു പൊസിഷൻ നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ഫ്ലോയിന് എന്ത് ചെയ്യാം, തടസ്സപ്പെടുകയാണ് ചെയ്യുക. അവിടെ ഒരു ഫ്ലോ തടസ്സപ്പെടൽ ഉണ്ടാവും. ആ ഒരു ഫ്ലോ ടർബുലൻസ് അവിടെ എന്ത് ചെയ്യാണ്, അഫക്ട് ചെയ്യുന്ന ഒരു പ്രശ്നം അവിടെ വരുന്നുണ്ട്. അതാണ് ഇതിനൊരു ഡിഫിക്കൽട്ട് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നോക്കാൻ പോകുന്നത് പിഞ്ച് വാൽവാണ്. അപ്പോ ഈ ഫിഗറിൽ കാണുന്ന പിഞ്ച് വാൽവ് എന്ന് പറയുന്നത് ഇതൊരു സിമ്പിൾ വാൽവ് ഡിസൈൻ തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോപ്പ് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഈ ഒരു ലീനിയർ മോഷൻ വാൽവ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു വാൽവിന്റെ പോർഷനിലൊരു എന്തുണ്ട്, റബ്ബർ ട്യൂബ് ഉണ്ട്. ഇത് ഈ കാണുന്നത് ഒരു ട്യൂബാണ്, റബ്ബർ ട്യൂബാണ്. ഇതൊരു റബ്ബർ ട്യൂബാണ്.
ഓക്കെ, ഈ ഒരു റബ്ബർ ട്യൂബ് ആണ് നമ്മുടെ എന്ത് ചെയ്യാൻ പറ്റുന്ന ഫ്ലൂയിഡിന്റെ ഫ്ലോ അല്ലെങ്കിൽ വാട്ടറിന്റെ ഫ്ലോ കൺട്രോൾ ചെയ്യുന്നത്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വാൽവ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് എന്ത് വരും, ഇത് അടുത്ത് വരുമ്പോ എന്തുണ്ടാവും, അവിടെ ഫ്ലോ സ്റ്റോപ്പ് ആവാണ് ചെയ്യുക. നമ്മൾ ഈ വാൽവ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഹാൻഡിൽ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇതെന്താവും, ഇത് ഈ രണ്ട് പോർഷൻസ് അടുത്ത് വരുമ്പോഴത്തേക്കും ഈ ഒരു ട്യൂബ് അടുത്ത് വരും, ഫ്ലോ എന്ത് ചെയ്യും, ക്ലോസ്ഡ് ആവും. ഇനി നമ്മൾ വാൽവ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ചെറിയ രീതിക്കാണ് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പൊസിഷനിലേക്ക് ഇരിക്കുന്നുണ്ടാവുക. അങ്ങനെ എന്താണ്, ഇപ്പം ഫ്ലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനിയും നമ്മൾ വാൽവ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരും, സ്ട്രെയിറ്റ് ആയിട്ട് ട്യൂബ് ഇരിക്കും. സോ അവിടെ എന്താണ്, ഫുൾ ഫ്ലോ നടക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഒരു പിഞ്ച് വാൽവിന്റെ ചെറിയൊരു വർക്കിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ഓൾമോസ്റ്റ് ബാക്കിയുള്ള സ്പെസിഫിക്കേഷൻസ് ഹാൻഡിലും സ്പിൻഡിലും സ്റ്റെമ്മും ഒക്കെ ബോഡിയൊക്കെ ഒരു ഓൾമോസ്റ്റ് ബാക്കിയുള്ള വാൽവുകളെ പോലെ തന്നെ സെയിം തന്നെയാണ്. അകത്ത് വരുന്ന ഒരു ട്യൂബ് മാത്രമാണ് അവിടെ ഒരു വർക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്, സ്യൂട്ടഡ് ഫോർ ഹാൻഡ്ലിംഗ് ഓഫ് സ്ലറി എന്താണ്, സോളിഡ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ സസ്പെൻഡർ ആയിട്ട് സോളിഡ് ഉള്ള ലിക്വിഡിൽ നമുക്ക് ലിക്വിഡും കടത്തിവിടാൻ നമുക്ക് എന്തുകൊണ്ട് സാധിക്കും, ഈ ഒരു ട്യൂബ് വാൽവ് കൊണ്ട് അല്ലെങ്കിൽ പിഞ്ച് വാൽവ് കൊണ്ട് സാധിക്കുന്നതാണ്. Can be used for application where corrosion or metal contamination of fluid might be problem. Okay. Flow passage is straight ആണ്, വിത്തൗട്ട് എനി ലീക്കേജോ മറ്റോ ഒന്നും ഉണ്ടാവണ്ട. അല്ലെങ്കിൽ ഫ്ലോ പാസേജ് തന്നെയാണ്, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് ഫ്ലോ നടക്കുന്നുണ്ടാവുക. പിന്നെ അതിന്റെ അകത്ത് വേറെ എന്താണ് ഇന്റേണൽ മൂവ്മെന്റ് പാർട്ടുകളോ അങ്ങനെ വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ട്യൂബ് മാത്രമാണ് ഉള്ളത്. അപ്പൊ അല്ലാണ്ട് വേറെ നമ്മൾ മറ്റേ നേരത്തെ കണ്ട പോലത്തെ വാൽവുകളിൽ കണ്ട പോലെ ഒരു ഡിസ്കോ അങ്ങനെ ഒന്നുമില്ല. ഒരു ട്യൂബാണ്, ആ ട്യൂബിൽ കൂടെ വെള്ളം പോകുന്നു. അപ്പൊ ട്യൂബ് നമ്മൾ ചപ്പിച്ച് വെച്ച് കഴിഞ്ഞാല് ഫ്ലോ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഫുള്ളി ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോ അവിടെ തടസ്സപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെയാണ് നമ്മൾ ഈ പിഞ്ച് വാൽവ് വർക്ക് ചെയ്യുന്നത്. ലോ മെയിൻ്റനൻസ് ആണ്. ലോ മെയിൻ്റനൻസ് എന്ന് പറയാൻ കാരണം അതിൻ്റെ അകത്ത് പറയാനായിട്ട് വേറെ ടൂൾസ് ഒന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് ട്യൂബ് മാത്രമേ ഉള്ളൂ. ആ ട്യൂബിന്റെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിന്റെ മെയിൻ്റനൻസ് വർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അതിനകത്ത്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും ഹൈ ടെമ്പറേച്ചർ ഓർ ഹൈ പ്രഷർ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം അത് ചെറിയൊരു റബ്ബർ ട്യൂബ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ട്യൂബിന് എന്ത് ചെയ്യും, ഹൈ ടെമ്പറേച്ചർ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ പ്രഷർ ഉണ്ടെങ്കിലോ ട്യൂബിനെ അത് അഫക്ട് ചെയ്യാൻ, ട്യൂബ് പൊട്ടിപ്പോകാൻ അങ്ങനെയൊക്കെയുള്ള ചാൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഹൈ ടെമ്പറേച്ചറിനോ ഹൈ പ്രഷറിനോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. ഗ്യാസ് മേടിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. ഇനി അടുത്തെന്ന് പറയുന്നത് പ്ലഗ് വാൽവാണ്. പ്ലഗ് വാൽവ് എന്ന് പറയുന്നത് ഈ ഒരു ഫിഗറിൽ കാണുന്ന പ്ലഗ് വാൽവ്. ഓക്കെ, അത് നമ്മളെ ഫ്ലോ സ്റ്റാർട്ട് ചെയ്യാൻ സ്റ്റോപ്പ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഗ്യാസസിനും ലിക്വിഡ്സിനും സ്ലറീസിനൊക്കെ ഉപയോഗിക്കാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഈ ഒരു സ്റ്റെമ്മ് ഉണ്ട്, സ്റ്റെമ്മിന്റെ അവിടെ ഒരു പ്ലഗ് ഉണ്ട്. ഈ പ്ലഗ് എന്ന് പറയുമ്പോൾ ഒരു സിലിണ്ടർ അല്ലെങ്കിൽ ടാപ്പേർഡ് പ്ലഗ് ആണ്, ഒരു സിലിണ്ടർ എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു സിലിണ്ടർ റൊട്ടേറ്റ് ചെയ്യുന്ന അനുസരിച്ചാണ് എന്ത് ചെയ്യുക, ഫ്ലോ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു സിലിണ്ടറിൽ ഒരു എന്തുണ്ട്, ഓട്ടയുണ്ട്, ഹോളുണ്ട് പാസേജിന് വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മൾ ഈ ഇതിലെ കൂടെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വാൽവ് ഇങ്ങനെയാണ്, ഇപ്പൊ ഈ ഫിഗറിൽ കാണിക്കുന്ന പൊസിഷനാണ് വാൽവ് ഇരിക്കുന്നുണ്ടെങ്കിൽ എന്താണ്, ഇവിടെ തടസ്സപ്പെട്ടിരിക്കുകയല്ലേ. സോ എന്തുണ്ടാവില്ല, ഫ്ലോ ഉണ്ടാവില്ല. അതായത് അവിടെ തടസ്സമാണ്. ആ ഒരു ഓപ്പണിങ് നമുക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം ഓപ്പണിങ് ഫ്ലോയിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ഫിഗറിൽ കാണുന്ന പോലെ ഓപ്പണിങ് എന്താണ്, ഈ ഒരു ഫ്ലോയിന് പാരലായിട്ട് തന്നെയാണ്. ഈ ഒരു ഓപ്പണിങ് ഈ സൈഡിലാണ് ഈ ഒരു ഓപ്പണിങ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്താണ്, ഫ്ലോ ഉണ്ടാവും. മനസ്സിലായോ? ഈ ഒരു ഓപ്പണിങ് ഫ്ലൂയിഡിന്റെ ഫ്ലോയിന് പാരലായിട്ടാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ, ഫേസ് അടിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഫ്ലോ നടക്കും. അല്ല ഓപ്പണിങ് അതിന് ക്ലോസ്ഡ് പോർഷൻ ആണ് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ, ക്ലോസ് വെച്ചേക്കാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഫ്ലോ അവിടെ സ്റ്റോപ്പ് ആയിട്ടുണ്ടാവും. അതാണ് നമ്മുടെ പ്ലഗ് വാൽവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ചെറിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്, സ്മോൾ ആണ്, ക്വിക്ക് ഓപ്പറേഷൻ ആണ്, ടൈറ്റ് ഷട്ട് ഓഫ്. കാരണം അത് ടൈറ്റ് ആയിട്ടായിരിക്കും ഷട്ട് ഓഫ് ചെയ്യുന്നത്. നമ്മളൊരു ബോൾ വാൽവ് പോലെ തന്നെയാണ്, ഓൾമോസ്റ്റ് ഒരു ബോൾ വാൽവിന്റെ ചെറിയൊരു അവിടെ ഒരു ബോൾ ഉണ്ട്, ഓപ്പണിംഗ് ഉണ്ട്. ഇതൊരു സിലിണ്ടർ ഉണ്ട്, ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ട്.
ഓക്കെ, എക്കണോമിക്കലാണ്. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് നീഡിൽ വാൽവാണ്. നീഡിൽ വാൽവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലോബ് വാൽവ് ഇല്ലേ, ഓൾമോസ്റ്റ് നമ്മുടെ ഗ്ലോബ് വാൽവ് പോലെ തന്നെയാണ്. ഓൾമോസ്റ്റ് 90% ഒരു ഗ്ലോബ് വാൽവ് പോലെ തന്നെയാണ്. അതിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാൻഡിൽ ഉണ്ട്, സ്റ്റെം ഉണ്ട്. പക്ഷെ ഇതിന്റെ ഒരു മെക്കാനിസം എന്ന് പറഞ്ഞാൽ സ്റ്റെമ്മിന്റെ ടിപ്പിലുള്ള ഒരു പ്ലഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിസ്ക് അല്ല അവിടെ ഉപയോഗിച്ചിരുന്നത്, ഒരു നീഡിലാണ്. എന്താണ്, ഒരു നീഡിലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ഈ ഫിഗറിൽ കാണുന്ന പോലെ ഈ ഒരു കാണുന്ന ഒരു നീഡിലാണ്. ഈ നീഡിലാണ് അവിടെ എടുത്ത് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതൊരു നീഡിലാണ്. ഈ നീഡിലാണ് നമ്മൾക്ക് അവിടെ എന്ത് ചെയ്യുക, ഫ്ലോ കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഒരു ചെറിയൊരു നീഡിലായത് കൊണ്ട് തന്നെ അവിടെയുള്ള ഏരിയ ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ ചെറുതായിരിക്കും. സോ ഫൈൻ അഡ്ജസ്റ്റ്മെന്റ്, ഫ്ലൂയിഡിന്റെ ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്ലൂയിഡ് ഫ്ലോയിന്റെ ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് കൂടെ ചെയ്യാൻ പറ്റും. ചെറിയൊരു ഏരിയ കൂടെയാണ് വെള്ളം പോകുന്നത്. സോ അത് നമുക്ക് ആ ഒരു നീഡിൽ നമുക്ക് ചെറിയൊരു വേരിയേഷൻ വരുത്തുന്നതനുസരിച്ച് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ഫ്ലൂയിഡിന്റെ ഫ്ലോ നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. ഫൈനലി നമുക്ക് എന്ത് ചെയ്യാൻ, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു ലീനിയർ മോഷൻ വാൽവാണ്, ഒരു നീഡിലുണ്ട്. ഓക്കെ, എന്താണ് ഇതിനകത്ത് സ്റ്റീമോ എയറോ ഗ്യാസോ വാട്ടറോ എന്ത് നോൺ വിസ്കസ് ഫ്ലൂയിഡ്സ് എന്തിനേയും കടത്തിവിടാനുള്ള നമുക്ക് ഇത് വാൽവ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ഫ്ലോ മീറ്ററിംഗ് ആപ്ലിക്കേഷൻ. കാരണം നമുക്ക് എന്തെങ്കിലും മീറ്റേഴ്സ് ഉപയോഗിക്കുന്നത് വരുന്ന കേസുകൾ, നമ്മൾ വാട്ടർ മീറ്റർ അതുപോലെ ഗ്യാസ് മീറ്റർ ആണെങ്കിലും മീറ്റർ ഉപയോഗിക്കുന്ന സിറ്റുവേഷനിൽ ഈ നീഡിൽസ് ഉപയോഗിക്കാം. കാരണം അതിന്റെ അത്രയും സൂക്ഷ്മമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്ലോ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നീഡിൽ വാൽവിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ലാർജ് പ്രഷർ ലോസ് ആൻഡ് പോസിബിൾ ക്ലോഗിങ് ഓഫ് ഫ്ലോ ഓറിഫൈസ്. അതിന് വേറൊരു ഫിഗർ വെച്ച് കാണിച്ചു തരാം. ഇതാണ് ഒരു സ്കീമാറ്റിക് ഫിഗർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഈ വരുന്ന ഒരു ഫ്ലൂയിഡ് ഇങ്ങനെ കടന്ന് ഈ ഒരു സ്മോൾ ഏരിയ കൂടെയാണ് എന്ത് ചെയ്യുക, പോകുന്നത്. ഇതാണ് നമ്മുടെ നീഡില് വന്ന് ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും ഫ്ലോ തടസ്സപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോ ഫ്ലൂയിഡ് വല്ലതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്മോൾ ഏരിയയിൽ വെള്ളം കെട്ടിക്കിടക്കാൻ, ഒരു ചെറിയ ഓറിഫൈസ് എനിക്ക് പറയാലോ, ഇവിടെ വെള്ളം കെട്ടിക്കിടക്കാൻ ക്ലോഗ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ അവിടെ ഫ്ലോ തടസ്സപ്പെട്ടെ. അത് മാത്രമല്ല ഇതിനകത്ത് എന്താണ്, ചെറിയൊരു പ്രഷർ വേരിയേഷൻ വരും. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ ഫസ്റ്റ് ഗ്ലോബ് വാൽവ് പറഞ്ഞ തന്നെ ഒരു ഡയറക്ഷൻ ചേഞ്ച് വരുന്നുണ്ട്. ഇങ്ങനെ വരുന്ന വെള്ളം അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഇങ്ങനെ ഒരു ചേഞ്ച് ഇൻ എന്തുണ്ട്, ഡയറക്ഷൻ വരുന്നുണ്ട്. അപ്പൊ ഒരു പ്രഷർ ഡ്രോപ്പ് വരാനുള്ള ചാൻസ് കൊണ്ടുണ്ട് ഈ ഒരു നീഡിൽ വാൽവിലുണ്ട്. അതാണ് ഇത് ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് നമുക്ക് പറയാൻ കഴിയുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കുറച്ച് വാൽവുകളെ കുറിച്ച്, ഗ്ലോബ് വാൽവ്, പിഞ്ച് വാൽവ്, ബട്ടർഫ്ലൈ വാൽവ്, നീഡിൽ വാൽവ്, അങ്ങനെ കുറച്ച് വാൽവുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നുണ്ട്. താങ്ക് യു.